തൃശൂർ അരണാട്ടുകര പള്ളിയിൽ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി ഇവിടുത്തെ ഒരു കൊച്ചച്ഛൻ ഇറക്കിയ റീൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒരുപക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസത്തൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഫാദർ അജിത് ചിറ്റിലപ്പള്ളിയാണ് അതിന് പിന്നിൽ. അടിച്ചു കയറിവ എന്നാണ് ആ റീൽ തന്നെ പേര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ റീൽ ഒന്ന് കാണാം ആദ്യം. തോമസ് ഏട്ടാ, അടിച്ചോ അടിച്ചോ, മണ്ണിയടി കേട്ട് പള്ളിയിലേക്ക് ആൾക്കാർ അടിച്ചു കയറി വരട്ടെ. വരട്ടെ. ആന്റിയേട്ടാ എന്താച്ചാ കൊടുക്ക്. സാമ്പാറോ അവിലോ പപ്പട പായസോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവാ. അച്ഛന്റെ വകയാ? അല്ല, പള്ളിയുടെ ചെലവാ. എല്ലാവരും അടിച്ചു കയറി വാ. പ്രാഞ്ചേട്ടാ, പെരുന്നാളൊക്കെ ഉഷാറാവട്ടെ. അടിച്ചു വാരി വാ. സഹായിക്കാൻ ആരുടേക്ക് വരാൻ പറയണ്ടേ? മാതൃസംഘം, കേന്ദ്രസമിതി, CLC, KCUം എല്ലാവരും പോരട്ടെ. ഉത്സാഹ കമ്മിറ്റി കൊഴുക്കട്ടെ. നമുക്കൊന്ന് അടിച്ചു കേറാം. അച്ഛാ, എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വരട്ടോ. കുട്ടികളും മക്കളും അപ്പനും അമ്മയും ചേട്ടനും ചേച്ചി എല്ലാവരും അടിച്ചു കയറി വരട്ടെ. തൃശ്ശൂരിന്ന് മാത്രല്ല കേട്ടാ, പാലക്കാട്, എറണാകുളം, കോഴിക്കോട്, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എല്ലാവരും അരണാട്ടുകരയിലേക്ക് അടിച്ചു കയറ്. നമ്മുടെ തോമാസ് ലീഹ വഴി അനുഗ്രഹം കിട്ടാൻ എല്ലാവരും അടിച്ചു കയറി വാ 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 വാ. അതൊരു പൊളി അടിച്ചു കയറി വായിരുന്നു. അച്ഛൻ റെഡിയാണ്. അടിച്ചു കയറി വാ ഫാദർ, അടിച്ചു കയറി വാ. ഹായ് ഫാദർ, എന്തുണ്ട്? എന്താണ് ഈ വീഡിയോ? ഒരു രക്ഷയില്ല. ഒരുപാട് ഷെയർ പോയൊരു വീഡിയോ. എനിക്ക് തോന്നുന്നു 50,000 ഷെയർ ആണ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതെന്ന് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ, അത് എന്താണ് അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഞാന് ഇപ്പൊ ഇവിടെ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ വർഷം അരിമ്പൂര് പള്ളിയിൽ ഊട്ടുതിരുന്നാളിന് ഒരു പ്രൊമോ ചെയ്തിരുന്നു. അത് പിക്കപ്പ് ലൈൻ വെച്ചിട്ടാ ചെയ്തിരുന്നത്. അപ്പൊ അന്ന് അത് ട്രെൻഡിങ് ആയിരുന്നു, നല്ല ട്രെൻഡിങ് ആയിരുന്നു. ഇന്നിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഈ ദുബായ് ജ്യൂസ് ആണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടിച്ചു കയറി വന്ന ഡയലോഗ് ഇപ്പൊ ട്രെൻഡിങ് ആണ്. അത് വളരെ സാധാരണ പള്ളിയിലച്ചന്മാരൊന്നും ഇങ്ങനെ റീൽസ് ഒന്നും ചെയ്ത് നമ്മള് കാണാറില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ തിരുനാളിലൊന്നും അങ്ങനെ റീൽസ് നമ്മൾ ഒട്ടും കാണാറില്ല. അച്ഛൻ എന്താ ഇത്ര ഒരു സ്പെഷ്യൽ ആയിട്ട് ഇതിലേക്ക് തിരിയാൻ കാര്യം? എനിക്ക് തോന്നി, അതെ, പണ്ട് പൗലോസ് ലീഹ ലെറ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്, ലെറ്റേഴ്സ് എഴുതാനായിട്ട്. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്, സുവിശേഷവൽക്കരണം നടത്തിയിരുന്നത്. ഇന്ന് ലെറ്റേഴ്സിന് പകരം റീൽസ് ആയിരുന്നു മാത്രം. അതായത് നമ്മൾ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മളൊന്ന് അപ്ഡേറ്റഡ് ആയിരുന്നു മാത്രം. ക്ലിക്കായി ഒരുപാട് പേര് കണ്ടു. എന്ത് പറഞ്ഞു? ഏറ്റവും കൂടുതൽ എന്താണ് പറഞ്ഞത് ആൾക്കാർ കണ്ടപ്പോൾ, ആ വീഡിയോ കണ്ടപ്പോൾ? അതിനകത്ത് ഫാദർ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് പേരുണ്ട്, മറ്റും കഥാപാത്രങ്ങളായി എത്തിയ ഒരുപാട് പേരുണ്ട്. പള്ളിയെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ തന്നെയാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ ഊട്ടുതിരുന്നാളിന്റെ അന്ന് ഇവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഫുൾ ടൈം ഊട്ടുതിരുന്നാളിന്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ആൾക്കാർ കുറെ പേര് അച്ഛന്റെ റീല് കണ്ടിട്ട് വരുന്നതാട്ടോ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വന്നു. കുറെ പേര് സെൽഫി എടുക്കാൻ നിൽക്കുന്നു. ഞാൻ വലിയ സെലിബ്രിറ്റി ആയി. പക്ഷെ അത് നല്ലൊരു ആശയമായിരുന്നു. എന്തായാലും അത് ഒരുപാട് പേരിലേക്ക് എത്തി വളരെ പെട്ടെന്ന് തന്നെ. അപ്പൊ അങ്ങനെ എന്താണോ അച്ഛൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു അല്ലേ? നമ്മളിതൊരു അരണാട്ടുകര പള്ളിയിൽ നേർച്ചൂട്ട് പലർക്കും അറിയണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോഴാണോ ഇവിടെ നേർച്ചൂട്ട് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. ഇങ്ങനെയാണ് കുറെ പേര്. അങ്ങനെ കുറെ പേര് വന്നു, പ്രാർത്ഥിച്ചു, അങ്ങനെ നേർച്ചൂട്ടൊക്കെ കഴിച്ചു പോയി. നമ്മൾ പ്രതീക്ഷിക്കാത്ത കൂടുതൽ ആൾക്കാരൊക്കെ വന്നു. എങ്കിലും നമുക്ക് ഭക്ഷണ സമൃദ്ധിയായിട്ട് ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റും. അതിനിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സഭയുടെ സഭാവിശ്വാസികളുടെ ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്റെ ഇടവകയിലുള്ളവര്, എന്നെ കാണുന്നവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രതികരണം വരുന്നത്. പിന്നെ ഞാനിവിടെ ആടും പാതിരി എന്ന് ചെറുതായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്റെ എന്തെങ്കിലുമൊക്കെ ഡാൻസിന്റെ റീലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10 to 15% എപ്പോഴും നെഗറ്റീവ് റിവ്യൂസ് വരും, നെഗറ്റീവ് കമന്റ്സ് വരും. അത് എന്തായാലും ഒബ്വിയസ്ലി അങ്ങനെ വരും. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് വന്നവരൊക്കെ കാണുന്നവരൊക്കെ ഇടവകയിലുള്ളവരൊക്കെ, ഇടവകയിൽ നിന്ന് പുറത്ത് താമസിക്കുന്നവരുണ്ടാവില്ല. അപ്പോ ഗൾഫില്, യൂറോപ്പിലൊക്കെ താമസിക്കുന്ന ഇടവക്കാര്, അവരൊക്കെ എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ് വീടുകൾക്ക്. എന്തായാലും ഞാൻ നാട്ടിൽ വരുമ്പോ ഇവിടുത്തെ കൊച്ചച്ഛനൊന്ന് കാണണം. അത് ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ചുമ്മാ ഒരു റീൽ എടുത്തതല്ല, അതിനകത്ത് രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ മുഖഭാവവും ഒക്കെ പല ഒക്കേഷനായിട്ട് ഇങ്ങനെ മാറി ഒന്ന് കാണാം. അപ്പൊ നമുക്ക് എന്റെ എനർജി വരികയാണ്, അടിച്ചു കയറി വാ. അപ്പൊ ഇങ്ങനെയൊക്കെ മുൻപ് ഇതുപോലുള്ള എന്താ പറയാ കലാപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പങ്കെടുക്കുമായിരുന്നു മുമ്പ്? ഞാന് കലാപ്രതിഭയൊക്കെ ആയിരുന്നു. 2-3 വർഷം കലാപ്രതിഭയായിരുന്നു. അടിപൊളി. അപ്പൊ ഡാൻസ്, മോണാക്ട്, പ്രസംഗം, കവിത, ഇതിലൊക്കെ നന്നായിട്ട് പങ്കെടുത്തിരുന്നു. അപ്പൊ നമ്മള് സ്റ്റേറ്റ് ലെവൽ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. ഫോക്ക് ഡാൻസിലൊക്കെയാണ് ഡാൻസ് ആയിട്ട് പങ്കെടുക്കാറ്. നമ്മുടെ പ്രവിധ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പുതിയ അറിവാണ്. സാധാരണ ഇങ്ങനെ അച്ഛൻ പഠനത്തിന് പോകുന്നവര് അങ്ങനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അധികം.
ഒരു എക്സ്ട്രാ പറഞ്ഞു, ഞാൻ സ്റ്റാഫ് നഴ്സ് കൂടിയായിരുന്നു. അതിനുശേഷം ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ സെമിനാരിൽ പോയത്. അപ്പൊ ഞാൻ സ്റ്റാഫ് നഴ്സ് ആയിട്ട് പഠിച്ച് വർക്ക് ചെയ്യായിരുന്നു. അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാത്ത് ലാബിൽ സ്റ്റാഫ് ആയിരുന്നു. പിന്നെ ഞാൻ ഒരു ദൈവവിളി കിട്ടി, റിസൈൻ. ഞാൻ UK പോകാൻ നിൽക്കായിരുന്നു ലണ്ടനിലെ ജോലിയായിട്ട്. പക്ഷെ ഒരു ദൈവവിളി ഉണ്ടായ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം പിന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്ത് അച്ഛൻപടത്തിലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ. അതിനകത്ത് ആ റീലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് പെട്ടെന്ന് അച്ഛൻ്റെ ചെലവിലാണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് മാറി അല്ലല്ലോ പള്ളി. അപ്പൊ അതൊക്കെ കൃത്യമായി നർമ്മം അറിഞ്ഞുകൊണ്ട് അതിനകത്ത് എക്സ്ട്രാ ഇട്ടതാണെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അച്ഛാ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. നമ്മുടെ 24-ന്റെ പ്രത്യേകിച്ചും ഗുഡ് നൈറ്റ് ഷോയിൽ മാത്രമായി എത്തുന്ന നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അടിച്ചു കയറി വാ എന്ന രീതിയിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഞാനിപ്പോ ഒരു മതവിശ്വാസികളോട് മാത്രമല്ല, നമ്മൾ റിലീജിയൻ ഭാഗത്തേക്ക് അകന്നു പോകുന്ന ഒരു സെക്യുലറിസം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കർത്താവിലേക്ക്, ദൈവത്തിങ്കിലേക്ക് ഒന്ന് എല്ലാവരും അടിച്ചു കയറി വരാനായിട്ടൊന്ന് ഒരു 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 സ്റ്റെപ്പ് നമ്മൾ വെക്കണം. കാരണം നമ്മളിപ്പോ അതൊക്കെ റിലീജിയൻ ഔട്ടായി ട്രൂ റിലീജിയസ് സ്പിരിറ്റിൽ നിന്ന് മാറിയിട്ട് ചിലപ്പോ ഫണ്ടമെന്റലിസം, കമ്മ്യൂണലിസം, വർഗീയതയിലേക്ക് പോകുന്ന ഒരു ശൈലിയും വരുന്നുണ്ട്. അതൊക്കെ രണ്ട് എക്സ്ട്രീമുകളാണ്. ഒരു ട്രൂ റിലീജിയനിൽ എപ്പോഴും ഹാപ്പിനെസ്, നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് ഇങ്ങനെ പുറത്തേക്ക് പങ്കുവെക്കാനുള്ള ഒരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത് കണ്ട ഒരു ചിയർഫുൾനെസ്, ഒരു പ്ലസന്റ്നെസ് വരാനൊക്കെ തോന്നുന്നു. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഒരിക്കലും ഒരാൾക്കും ആ റീല് കണ്ടു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി തോന്നില്ല. പോസിറ്റീവ് എനർജി ഇങ്ങനെ നിറയും. എല്ലാവരുടെ മുഖത്തും ഒരു ചിരി വരും. എനിക്ക് തോന്നുന്നില്ല ഇതിലെ വിശ്വാസികൾ മാത്രമാണ് വന്നതെന്നും തോന്നുന്നില്ല. അച്ഛനെ കാണാൻ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ യൂത്ത് അതുപോലെ അകന്നു പോകുന്നു, പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളത് വന്നാലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അത് നല്ല ആശയം. അത്തരം പുതിയ ആശയങ്ങൾ ഇനി അച്ഛന്റെ ഭാഗത്ത് ഇനിയും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. അടിച്ചു കയറി വാ എന്ന് പറയുന്ന പോലെ ഇനിയും അടിച്ചു കയറി വന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനൊക്കെ അങ്ങ് തട്ടിത്തെറിപ്പിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. അപ്പോൾ തൃശ്ശൂർ അരണാട്ടുകര പള്ളിയിൽ ഊട്ടുനാളുടെ ഭാഗമായി അവിടുത്തെ അച്ഛൻ ഇറക്കിയ റീലാണ് നമ്മൾ കണ്ടത് നേരത്തെ. ആ അച്ഛനാണ് നമ്മൾ നേരിട്ട് സംസാരിച്ചത്, ഫാദർ അജിത് ചിറ്റിലപ്പള്ളി.